എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Guidance, be candid, splendor, healing, enlightenment, beginning. മകരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി പല കാര്യങ്ങളിലും എന്താണ് എവിടെയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നറിയാതെ തങ്ങി നിൽക്കുന്ന സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പല കാര്യങ്ങളും നിശ്ചയിച്ചുറപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീരുമാനങ്ങൾ പലതും നമ്മൾ പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു. ചോയ്സ്, നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേതാണ്. പല ഭാഗത്തുനിന്നും അതിന് എതിരായിട്ട് വിമർശനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം. നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞാലും ഓരോ വ്യക്തിക്കും ഓരോ ചിന്താഗതിയാണ്. അപ്പോൾ ആ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന ഇതിലേക്ക് പോകാതെ ആ ഒരു സ്വയം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, സ്വയം നിങ്ങൾ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ. മറ്റുള്ളവരെ നിങ്ങളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളത് ചെയ്തില്ലാത്തത് കൊണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു സ്വയം വിമർശിക്കുന്ന ഇതിലേക്ക് പോകാതിരിക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളുടെ ചിന്താഗതികളും തീരുമാനത്തിനനുസരിച്ചിട്ട് ഏത് ദിശയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തന്നെ പോവുക. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയമാണ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയോ തെറ്റോ എന്നതിലല്ല, ഒരു തീരുമാനത്തിന്റെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ. അതായത് ഇവിടെ ചില സിറ്റുവേഷൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടാവാം, മറ്റുള്ളവർ ചിലപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പലരുടെയും സംഭവിക്കുന്നതാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വരുമ്പോൾ ഇനി അതെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് വേണ്ട, നിങ്ങളുടെ മനസ്സിലും തോന്നും ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ തീരുമാനമാണ് അനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ അപ്പോൾ അവർ പറയും ഇത് നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് കൊണ്ടാണ്, അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ ഭാഗത്തെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, ഏത് വഴിക്ക് പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. നിങ്ങൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട്. അത് വിദ്യാഭ്യാസമാണോ, നിങ്ങൾ ജോലി രാജിവെക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, പുതിയ ജോലിയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിയായിരിക്കും പക്ഷെ അത് നിർത്തി ബിസിനസ്സിലേക്ക് പോകാനായിട്ടാണോ തീരുമാനിക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അത് മറ്റുള്ളവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ. കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സംസാരത്തിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്കത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാം. മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആദ്യം നിങ്ങൾക്ക് അതിൽ വിശ്വാസം വരണം. അപ്പോൾ സ്വയം വിശ്വസിക്കുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ അല്ലെങ്കിൽ ഇതിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്, മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരിലുമല്ല. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ജീവിത പങ്കാളിയോ ആരാണെങ്കിലും ആ വ്യക്തികളോട്, പക്ഷെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയണമെന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്.
പിന്നെ ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇപ്പോൾ സെയിൽസിലോ, നിങ്ങളൊരു പ്രാസംഗികനായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഒരു കൗൺസിലർ ആയിരിക്കും, ഒരു സൈക്കോളജിസ്റ്റ്, അതായത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ സെയിൽസ്, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ലെക്ചറർ ആയിരിക്കും, ഒരു ട്രാൻസ്ലേറ്റർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. ശമ്പള വർധനവ്, ജോലിയിലെ മാറ്റങ്ങളൊക്കെ, ഇപ്പൊ ജോലി മാറാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവരിലും. അല്ലെങ്കിൽ കൂടി കുറച്ച് ആളുകൾ ഭയങ്കരമായിട്ട് കുറച്ച് നാളായിട്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ കൊണ്ടോ നിങ്ങൾ ജോലി മാറുന്നില്ല, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ജോലി നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ജോലി മാറാൻ അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങാൻ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട ആദ്യം ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക, അതിന് പിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ ആലോചിക്കുക, ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തുക. കാരണം ഇവിടെ ഒരു ചേഞ്ച് അനിവാര്യമായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഒരു ഒരു ഹീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കാം, ഭയങ്കരമായിട്ട് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടാവും മുന്നോട്ടേക്ക്, നിങ്ങളെ കൊണ്ടെല്ലാം അനാവശ്യമായിട്ടുള്ള ആവശ്യത്തിൽ കഴിഞ്ഞുള്ള ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഒരു ഹീലിംഗ്, അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടുന്ന ഒരു അനിവാര്യത കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിലുള്ള ചാലഞ്ചസിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് എംപവർമെന്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ആവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷവും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം, നിങ്ങളുടെ ജോലി ആണ് എങ്കിൽ പുതിയ ജോലി നോക്കുക. കാരണം ഒരു ടോക്സിക് അബ്യൂസീവ് എൻവയോൺമെന്റ് അവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ മുതലെടുക്കുന്നതായിട്ടും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ എൻലൈറ്റ്മെന്റ് എനർജി നിങ്ങളുടെ ലൈഫിൽ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. സ്വയം നിങ്ങൾ ആ ഒരു ഇവിടെ ചില ആളുകൾ റേക്കി ഹീലിംഗ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ധ്യാനത്തിൽ ഏർപ്പെടുന്നുണ്ട്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഭദ്രാദേവിയെ ആരാധിക്കുക. ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതിലൂടെ വളരെയധികം നിങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തിയും ഒരു ദൃഢനിശ്ചയവും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതും ഒരു പോസിറ്റിവിറ്റിയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അത് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രം സന്ദർശിക്കുന്നത്, ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ടവര്, നിങ്ങളുടെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ സെയിന്റ് ജോർജ് പുണ്യാളനെ ആരാധിക്കുക. അതുപോലെ നിങ്ങളുടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിശ്വാസങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ, അത് പ്രാർത്ഥനയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം ധ്യാനം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഓരോരുത്തർക്കും ഏത് രീതിയിലാണ്, ഏത് ദൈവത്തിലാണോ ഏത് മതത്തിലാണോ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു തുടക്കം വരുന്ന ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുടെയും പുതിയ തുടക്കമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ജോലി രാജിവെച്ച് പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ടാവും. ഈ ഒരു മാസം ജോലി രാജിവെച്ച് നെക്സ്റ്റ് മന്ത് പുതിയ ജോലിയിലേക്ക് കയറുന്നു. പുതിയ കോളേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് അത് പഠിക്കാനായിട്ട്, മറ്റു ചിലർക്ക് ജോലിയായിരിക്കും. യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്നവർ, കോളേജ് ലെക്ചറേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ പുതിയ ജോലിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ആകാം. പല സാഹചര്യവശാൽ ഇതിനു മുമ്പുള്ള ജോലിയിലുള്ള മാറ്റങ്ങൾ വരുന്നത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് വീട് വയ്ക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ വീട് മാറുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം,
നിങ്ങളുടെ ഇതൊരു പുതിയ തുടക്കമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ പഴയ പല കാര്യങ്ങളും ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക, വിട്ടുകളയേണ്ടത് വിട്ടുകളയുക എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ ചിലപ്പോൾ ചതിച്ചു പറ്റിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു നിങ്ങളിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയാൻ. അതിന്റെ മാപ്പ് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. മാപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും ആ വ്യക്തിയെ വീണ്ടും തിരിച്ചു നിങ്ങളുടെ കൂടെ ഒരിക്കലും കൂട്ടാതിരിക്കുക. എന്തു തന്നെ ആയാലും മാപ്പ് കൊടുക്കുക. പക്ഷെ ഒരിക്കലും ആ വ്യക്തിക്ക് ഇനി നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത വ്യക്തിയാണ് തിരിച്ചൊരിക്കലും ജോലിയിൽ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ തിരിച്ചൊരിക്കലും നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.